ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ റിസൾട്ടൊക്കെ വന്നല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെറിയ ഒരു സമയം കൊണ്ട് പഠിച്ച് പ്രിലിംസ് പാസ്സായത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരു മാസം പോലും തികച്ച് പഠിക്കാതെയാണ് പ്രിലിംസ് പാസ്സായിരിക്കുന്നത്. എനിക്ക് ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എക്സാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 ഫേസസ് ഓഫ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം. വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക മാത്രമല്ല, അതിൽ കൂടുതലായും കണ്ടിന്യൂസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ടോപ്പിക് എടുത്തു വെച്ച് പഠിക്കുകയും ചെയ്തു. അതിന് എക്സാമ്പിളാണ് ഹരിത വിപ്ലവം, നവോത്ഥാനം, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ 3 ഫേസിലും കണ്ടിന്യൂസ്ലി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പിക്കൊക്കെ അതിൽ വരുന്ന അതുപോലത്തെ ടോപ്പിക്കൊക്കെ ഞാൻ നന്നായി പഠിച്ചു വെച്ചു. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി. കാരണം സെയിം ക്വസ്റ്റ്യൻസ് അതുപോലെ ആവർത്തിച്ചു, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുകയുണ്ടായി. ഇതിനോടൊപ്പം ഞാൻ ചെയ്തത് എന്തെന്നാൽ, യൂട്യൂബിൽ ഈ എക്സാം റിലേറ്റഡ് മാരത്തോണൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഓരോ സ്റ്റേജിന് മുന്നേയും അവർ മാരത്തോൺ ചെയ്യുമായിരുന്നു. അപ്പോൾ ഓരോ മാരത്തോണും ഞാൻ കണ്ടു. അതിനുശേഷം അവർ ഓരോ എക്സാമിന് ശേഷം അവർ ആ ഒരു എക്സാം അനലൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്, അതും കണ്ടു. ശേഷം ഇതിൻ്റെ ഒരു നോട്ടും കൂടി ഞാൻ കീപ്പ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഒരു 5-6 ദിവസം അത് ഞാൻ പുതിയതൊന്നും പഠിക്കാതെ ആ നോട്ട് തന്നെ റിവൈസ് ചെയ്ത് വീണ്ടും ഒരു തവണയൊന്നുമല്ല, 2, 3, 4 തവണയൊക്കെ റിവൈസ് ചെയ്തു. ദെൻ എക്സാമിൻ്റെ അന്നും രാവിലെ ആ നോട്ടാണ് ഞാൻ റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. പിന്നെ അതല്ലാതെ മെയിൻലി കോമൺ ആയിട്ട് വരുന്ന കുറേ ടോപ്പിക്സ് ഉണ്ടല്ലോ, പഞ്ചവത്സര പദ്ധതി, അങ്ങനെ തുടങ്ങുന്ന കുറച്ച് ടോപ്പിക്സ്, അത് യൂട്യൂബിൽ വീഡിയോ കണ്ട് പഠിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ നോട്ടും ഇതിലൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ പഠിച്ചായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു 2 കാര്യങ്ങൾ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു, മാരത്തോൺ വീഡിയോസും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിൻ്റെ വീഡിയോസും കണ്ടു, ആ നോട്ട് എഴുതി റിവൈസ് ചെയ്തു. ഇത് മാത്രമാണ് ചെയ്തത്. ആ ഒരു എക്സാമിന് അടുത്ത ഡേറ്റ് ആയതുകൊണ്ട് ഒരു എക്സാം ചൂട് കാരണം നല്ല സ്പീഡിൽ പഠിക്കാനും പറ്റി. ശരിക്കും അവസാന നിമിഷമൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം ഉഴപ്പിയിരിക്കാൻ തോന്നില്ല. അപ്പം നമുക്ക് കണ്ടിന്യൂസ്ലി പഠിക്കും. ആ ഒരു ടോപ്പിക്ക് ഇത്രയും എനിക്ക് കവർ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അതായത് ഇത്രയും ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ആ ഒരു 3 ഫേസിൻ്റെ മാരത്തോണും എനിക്ക് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്രയും ദിവസം, വളരെ കുറഞ്ഞ ദിവസമാണ് എനിക്ക് കിട്ടിയത്. ആ ദിവസം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം റിവൈസ് ചെയ്യാനും ഞാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ് എനിക്ക് അഡ്വാൻറ്റേജ് ആയത്. ഇപ്പോൾ 10th മെയിൻസ് തുടങ്ങിയിരിക്കുകയാണ്, അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചലഞ്ചിങ് വീഡിയോ ഒക്കെ, സ്റ്റഡി ചലഞ്ച് വീഡിയോസൊക്കെ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കണ്ട് പഠിക്കാൻ നോക്കുക. ഇത്രയും ദിവസം സിലബസ് ബേസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ അങ്ങനെയല്ല പഠിക്കുന്നത്. ഇതുപോലെ സ്മാർട്ട് സ്റ്റഡിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മാത്രം നമ്മൾ ഫോളോ ചെയ്താലും മതിയാവും. ഇത്രയും എല്ലാ ടോപ്പിക്കും ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സിലബസ് കവർ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും എല്ലാ ടോപ്പിക്കും ഇങ്ങനെ പഠിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എക്സാം ഡേറ്റ് അടുത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സ്മാർട്ട് സ്റ്റഡിയാണ് വേണ്ടത്. ഇങ്ങനെ വേണ്ടാത്ത പോർഷനൊന്നും പഠിച്ചുകൊണ്ടിരുന്ന് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്ക് വേണ്ടാത്ത പോർഷനൊന്നും പറയാൻ പറ്റില്ല, അതിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. എന്നാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കാൻ നോക്കുക, കാരണം സമയമില്ലല്ലോ. സോ അതോടൊപ്പം ഞാൻ പ്രിലിംസ് പഠിക്കുന്ന സമയത്ത് ഇത്രയും ടോപ്പിക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതോടൊപ്പം കറണ്ട് അഫയേഴ്സ്, മെയിനായിട്ടുള്ള പത്മശ്രീ, കേരള അവാർഡ്, ആ ഒരു ടൈപ്പ് ഓഫ് അവാർഡ്സ്, മെയിനായിട്ടുള്ള കോമൺലി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് അവാർഡ്, പിന്നെ സ്പോർട്സ് റിലേറ്റഡ്, അതൊക്കെ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി പ്രിലിംസ് എക്സാംസൊക്കെ ഇനിയും വരും അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും സെക്കൻഡ് ഫേസ് ആണെങ്കിൽ ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ റിലേറ്റഡ് ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യാൻ നോക്കുക. അതോടൊപ്പം പഠിക്കുന്ന പോർഷൻ്റെ റിവിഷനും മസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ഒരിക്കലും വിട്ടുപോകരുത്, അതും കൂടി അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.